ഹലോ ഗൈസ്, സുഖമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദനും ദേവികയും പൊരിഞ്ഞടിയോടടിയാണല്ലേ. ദേവികയല്ല കേട്ടോ, നമ്മുടെ നന്ദൻ പാവം ഇപ്പൊ ഒരു സുഖമില്ലാത്ത ദേവിയായി. കുറച്ചൊരു ദിവസത്തേക്ക് ഈ സുഖമോ ദേവി എന്നുള്ള ടൈറ്റില് നന്നായിട്ട് ചേരുവായിരുന്നു. ഇപ്പൊ ദാ വീണ്ടും ദുരന്തം പിടിച്ചൊരു ദേവിയായി മാറിക്കഴിഞ്ഞു. എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ ദേവിക്കല്ല? ഇത്രയും കൊല്ലം പ്രണയിച്ച് പ്രണയിച്ച് കാത്തിരുന്ന് ഇത്രയും യാതനകളും വേദനകളും അനുഭവിച്ച് നമ്മുടെ നന്ദനെ സ്വന്തമാക്കി. എന്നിട്ട് ഇപ്പോൾ ദാ കിടക്കുന്നു ചട്ടിങ്കലോ. നന്ദന് സംശയത്തോട് സംശയം. ദേവിക്ക് ഇത്ര നേരം എവിടെയായിരുന്നു, ആരോടൊപ്പമായിരുന്നു, അതൊക്കെ ചോദിച്ച് എന്താ പറയുക, ഭയങ്കര ഒരു സംശയരോഗിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ നന്ദൻ അല്ലെ. ദേവിക പറയുന്നത് കേൾക്കാനോ അത് വിശ്വസിക്കാനോ ഒട്ടും തയ്യാറല്ല അല്ലെ. നമ്മുടെ ദേവിക പലതവണ പറയുന്നുണ്ട് ഞാനിവിടെ ജോലിയിലായിരുന്നു, പക്ഷെ ദേവികയാണെങ്കിൽ ആ ഋഷിയുടെ കാര്യം പറയാൻ പറ്റുന്നില്ല. ആ ഒരു താലിയിൽ തൊട്ട് സത്യം ചെയ്തു പോയി അല്ലെ. അപ്പൊ നമ്മുടെ നന്ദനാണെങ്കിൽ ഇത്രയും നേരമൊന്നും അങ്ങനെ ആരും പണിയെടുപ്പിക്കത്തില്ല, നീ എനിക്ക് ആ മാഡത്തിന്റെ നമ്പർ താ, ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട് വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് ആ ഇതാണ് ഇതാണ് നീ അപ്പൊ വേറെ ആരുടെയോ ഒപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദൻ ഭയങ്കര ഓവർ സംശയാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് ദേഷ്യം പിടിക്കും. നമ്മുടെ ദേവികയാണെങ്കിലോ അപാര നിഷ്കുകളി, ഭയങ്കര നിഷ്കളങ്കത, ഇങ്ങനെ തുളുമ്പി തുളുമ്പി എന്താ ഇപ്പോ ജീവിതം താറുമാറായി ലാസ്റ്റ് അല്ലെ. അപ്പൊ ഇനി നന്ദന്റെ ഈ ഒരു സംശയം ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മുടെ ദേവികയ്ക്ക് അവിടെ അധികം നാൾ പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കത്തില്ല അല്ലെ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ദേവിക മനന്നൊന്ത് ആ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ആരോടും പറയാതെ പടിയിറങ്ങുന്ന നിമിഷങ്ങളായിരിക്കും കൂട്ടുകാരെ നമുക്കിനി വരുന്ന ഒരു എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.